കാർഷിക വാർത്തകൾ. കുരുമുളക് വില താഴ്ത്താൻ ഉത്തരേന്ത്യൻ സംഘം. ഈസ്റ്റർ വിഷു ഡിമാൻഡ് പ്രതീക്ഷിച്ച് ഏലക്ക വിപണി. അമേരിക്ക ചൈന വ്യാപാര യുദ്ധം മുറുകുന്നത് റബ്ബർ മേഖലയിൽ ആശങ്ക ഉയർത്തുന്നു. റബ്ബർ വില കേരളത്തിൽ സ്റ്റഡി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഏതാനും ദിവസങ്ങളായി കുരുമുളകിന് ആവശ്യക്കാർ കുറഞ്ഞു. ഹൈറേഞ്ചിലും മറ്റു ഭാഗങ്ങളിലും കുരുമുളക് വിളവെടുപ്പ് പുരോഗമിക്കുകയാണ്. ചരക്ക് വരവ് ഉയരുമെന്ന പ്രതീക്ഷയിലായ വാങ്ങലുകാർ രംഗത്ത് നിന്നകന്ന് വിലയിടിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥയിൽ ഉൽപാദനം കുറഞ്ഞതിനാൽ വിപണി കരുത്തു നിലനിർത്തുമെന്ന വിശ്വാസത്തിലാണ് കാർഷിക മേഖല. അതേസമയം വാങ്ങൽ താൽപര്യം ചുരുങ്ങിയതിനാൽ അൺഗാർബിൾഡ് മുളക് വില 65,300 രൂപയായി താഴ്ന്നു. ആഭ്യന്തര വിദേശ ഇടപാടുകാർ ഈസ്റ്ററും വിഷു മുന്നിൽ കണ്ട് ഏലക്ക ശേഖരിക്കാൻ ഉത്സാഹിച്ചു. ഡിമാൻഡ് ഉയരുമെന്ന പ്രതീക്ഷയിൽ ഉൽപാദന മേഖല ചരക്ക് സംഭരിച്ചിട്ടുണ്ട്. മധ്യവർത്തികളും ഏലം മികവ് കാണിക്കുമെന്ന വിശ്വാസത്തിലാണ്. തോട്ടങ്ങളിൽ നിന്നും ലേല കേന്ദ്രത്തിലേക്കുള്ള ഏലം വരവ് മാസാരംഭത്തെ അപേക്ഷിച്ച് കുറഞ്ഞത് ആഭ്യന്തര വാങ്ങലുകാരിൽ പിരിമുറുക്കമുളവാക്കുന്നു. എന്നാൽ നിരക്ക് ഉയർത്താൻ അവർ തയ്യാറായില്ല. പിന്നിട്ട 14 ലേലങ്ങളിൽ ഒരു തവണ പോലും കിലോ 3000 രൂപ കടന്നില്ല. ഇത് ശരാശരി ഇനങ്ങൾ കിലോ 2850 രൂപയിലും വലിപ്പം കൂടിയവ കിലോ 3242 രൂപയിലും കൈമാറി. മൊത്തം 42,351 കിലോഗ്രാം ഏലക്ക ആഭ്യന്തര വിദേശ വാങ്ങലുകാർ ചേർന്ന് ശേഖരിച്ചു. അമേരിക്ക ചൈന വ്യാപാര യുദ്ധം റബ്ബർ ഉൽപാദന രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നു. ഉയർന്ന നികുതി ഭയന്ന് ചൈനീസ് വ്യവസായികൾ രാജ്യാന്തര മാർക്കറ്റിൽ നിന്നുള്ള ഷീറ്റ് സംഭരണം കുറച്ചത് വിലയെ ബാധിക്കുമോ എന്ന ഭീതിയിലാണ് ഉൽപാദകർ. ആഗോള റബ്ബർ വിപണിയിൽ വൻ ശക്തിയായി മാറുന്ന വിയറ്റ്നാമിൽ നിന്നുള്ള ഷീറ്റ് സംഭരണം ബീജിംഗിലെ വ്യവസായികൾ കുറച്ചത് ആശങ്ക ഉളവാക്കി. അതേസമയം തുടർച്ചയായ 3-ാം ദിവസവും ബാങ്കോക്കിൽ റബ്ബർ വില ഉയർന്ന് 21,023 രൂപയായി. കേരളത്തിൽ 4ാം ഗ്രേഡ് 19,000 രൂപയിൽ സ്റ്റഡിയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നടപ്പ് വർഷം കൊപ്രയ്ക്ക് താങ്ങുവിലയായി കേരളം ആവശ്യപ്പെട്ട തുക നൽകാതെ കേന്ദ്ര സർക്കാർ. കേരളം ക്വിൻ്റലിന് 19,385 രൂപ ആവശ്യപ്പെട്ടപ്പോൾ കേന്ദ്രം അംഗീകരിച്ചത് 11,582 രൂപ മാത്രമാണ്. കൊപ്ര ക്വിൻ്റലിന് 19,385 രൂപ നൽകണമെന്ന് കേരള സർക്കാർ നിർദ്ദേശിച്ചെങ്കിലും കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള കാർഷിക ചെലവ് വില കമ്മീഷൻ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ചത് 11,582 രൂപ മാത്രമാണ്. കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളും ഉയർന്ന വില ആവശ്യപ്പെട്ടെങ്കിലും അവരുടെ ആവശ്യങ്ങളും പരിഗണിച്ചില്ല. കേന്ദ്രത്തിന് സമർപ്പിക്കുന്ന കൊപ്ര ഉൽപാദന ചെലവ് ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമാണ്. കർണാടക ക്വിൻ്റലിന് 16,442, തമിഴ്നാട് ക്വിൻ്റലിന് 17,500, ആന്ധ്രാപ്രദേശ് ക്വിൻ്റലിന് 15,000 മുതൽ 16,000 വരെ എന്നിങ്ങനെയാണ് കണക്കാക്കുന്നത്. ഉൽപാദന ചെലവ് കണക്കാക്കാൻ കാർഷിക ചെലവ് വില കമ്മീഷനും സംസ്ഥാനങ്ങളും ഉപയോഗിക്കുന്ന വിവിധ രീതികൾ മൂലമാണ് താങ്ങുവിലയിൽ വ്യത്യാസമുണ്ടാകുന്നത്. കമ്മീഷൻ കുറഞ്ഞ ചെലവ് കണക്കാക്കുന്നതിനാൽ കർഷകർക്ക് ന്യായമായ വില നിഷേധിക്കപ്പെടുന്നതായാണ് കർഷകരുടെ വാദം. വ്യക്തിഗത സംസ്ഥാനങ്ങൾ കണക്കാക്കിയതിനേക്കാൾ വളരെ കുറവാണ് കമ്മീഷൻ കണക്കാക്കിയ ചെലവ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കാനുള്ള ആദ്യത്തെ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം DMOAG പുറത്തിറക്കി. കൊച്ചി ആസ്ഥാനമായ സ്റ്റാർട്ടപ്പ് കമ്പനി സ്കൈലാർക്ക് ഡ്രോൺസാണ് പ്ലാറ്റ്ഫോം പുറത്തിറക്കിയത്. ഹരിയാനയിലെ ഹിസാറിൽ നടന്ന കൃഷിദർശൻ എക്സ്പോ 2025 DMOAG പുറത്തിറക്കിയത്. ഇന്ത്യയുടെ കാർഷിക മേഖല ഡ്രോൺ സാങ്കേതിക വിദ്യ അതിവേഗം സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ കർഷകർ, ഡ്രോൺ ഓപ്പറേറ്റർമാർ, മെയിൻ്റനൻസ് ടീമുകൾ, കാർഷിക രാസ കമ്പനികൾ എന്നിവയെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ഏകീകൃത പ്ലാറ്റ്ഫോം DMOAG വാഗ്ദാനം ചെയ്യുന്നു. DGC അനുസൃത പ്ലാറ്റ്ഫോം റിയൽ ടൈം ഫ്ലീറ്റ് മാനേജ്മെന്റ്, വിളനിർദ്ദിഷ്ട ശുപാർശകൾ, ഓട്ടോമേറ്റഡ് ഹെൽത്ത് മോണിറ്ററിംഗ് എന്നിവയുൾപ്പെടെ നിരവധി വിപ്ലവകരമായ സവിശേഷതകൾ അവതരിപ്പിക്കുന്നു. ഇവയെല്ലാം പ്രാദേശിക ഭാഷകളിൽ ലഭ്യമായ ഇന്റർഫേസിലൂടെ ആക്സസ് ചെയ്യാവുന്നതുമാണ്. ഈ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം കർഷകർക്ക് മാത്രമല്ല ഡ്രോൺ സേവനദാതാക്കൾക്കും ഡ്രോൺ പൈലറ്റുമാർക്കും ഉപകാരപ്രദമാവും. ആത്യന്തികമായി ഇന്ത്യൻ കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ഡാറ്റ അധിഷ്ഠിതമാക്കാനും ആകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഹോർട്ടിക്കൾച്ചറിനായി ഹരിയാന UK സഹകരണം. ഹരിയാന സർക്കാരും ബർമിംഗ്ഹാം സർവകലാശാലയുമായി കരാറിൽ ഒപ്പുവെച്ചു. വിളവെടുപ്പിന് ശേഷമുള്ള സുസ്ഥിര വിള പരിപാലനത്തിനും ഹോർട്ടിക്കൾച്ചർ ഉൽപ്പന്നങ്ങൾക്കായുള്ള കോൾഡ് ചെയിൻ പദ്ധതിയുമായി ഹരിയാന സർക്കാർ. ഇതിന് UK-യിലെ ബർമിംഗ്ഹാം സർവകലാശാലയുമായാണ് ഹരിയാന സർക്കാർ കരാർ ഒപ്പുവെച്ചത്. കൃഷി കർഷകക്ഷേമ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജശേഖർ വുൻഡ്രുവും ബർമിംഗ്ഹാം സർവകലാശാല പ്രോ വൈസ് ചാൻസലർ റോബിൻ മേസണുമാണ് കരാർ ഒപ്പുവെച്ചത്. പഞ്ചുകുളയിലെ സെക്ടർ 21-ലെ ഹോർട്ടിക്കൾച്ചർ ഡയറക്ടറേറ്റിനോട് ചേർന്നുള്ള 15 ഏക്കർ ഭൂമിയിലാണ് അത്യാധുനിക കേന്ദ്രം ആരംഭിക്കുന്നത്.
വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം ഗണ്യമായി കുറയ്ക്കുന്നതിനും തോട്ടം വിളകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുകയുമാണ് ലക്ഷ്യം. പരിശീലന കേന്ദ്രം, പരീക്ഷണ കേന്ദ്രം, സാങ്കേതിക ഇൻക്യുബേഷൻ കേന്ദ്രം എന്നിവ അത്യാധുനിക കേന്ദ്രത്തിൽ ഉണ്ടായിരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുഴുങ്ങലരിയുടെ വില കിലോയ്ക്ക് 10 രൂപ വർദ്ധിച്ചു. ബംഗ്ലാദേശ് അരി വ്യാപാരികൾ ഇന്ത്യൻ വ്യാപാരികളുമായി സ്വകാര്യ ഓർഡറുകൾ നൽകാൻ തുടങ്ങിയതോടെയാണ് വില വർദ്ധിച്ചത്. ബംഗ്ലാദേശ് സർക്കാർ രാജ്യത്തിന്റെ ആവശ്യകത അനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് അരി ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇത് പ്രതിവർഷം 3.5 മുതൽ 5 ലക്ഷം ടൺ വരെ വ്യത്യാസപ്പെടുന്നു. എന്നാൽ ബംഗ്ലാദേശിൽ നിന്ന് പ്രതിമാസം 50,000 മെട്രിക് ടൺ പ്രൈവറ്റ് ഓർഡർ ജനുവരിയിലാണ് ആരംഭിച്ചത്. പ്രൈവറ്റ് ഓർഡറുകൾ കൂടുതലായപ്പോൾ ഡിമാൻഡും വിതരണ ഏറ്റക്കുറച്ചിലുകളും പ്രകടമായി. പുഴുങ്ങലരിക്ക് ഇന്ത്യൻ വിപണിയിൽ കിലോഗ്രാമിന് ഏകദേശം 10 രൂപയുടെ വർധനവാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം സാധാരണ അരി ഇനങ്ങൾക്ക് ചെറിയ വ്യത്യാസം കാണുന്നതായും അരി വ്യാപാരികൾ പറഞ്ഞു. പെട്ടെന്നുള്ള ഡിമാൻഡിൽ പുഴുങ്ങലരിയുടെ വില കുത്തനെ കൂടിയപ്പോൾ സാധാരണ ഇനങ്ങൾക്ക് കിലോയ്ക്ക് 2 മുതൽ 3 രൂപ വരെ വർദ്ധിച്ചു. പശ്ചിമ ബംഗാൾ, ഒഡീഷ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ പ്രധാനമായും അറിയപ്പെടുന്ന മിനിക്കേറ്റ് അരിക്ക് നേരത്തെ കിലോയ്ക്ക് 43 രൂപയായിരുന്നു. ഇപ്പോഴത് 53 രൂപ വരെയായി. മിനിക്കേറ്റ് അരിയുടെ ലഭ്യത കുറഞ്ഞതും വിലയെ ബാധിക്കുന്നുണ്ടെന്ന് വ്യാപാരികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 190, RSS 5 187, ലാറ്റക്സ് 136, ജാതിക്ക 380, ജാതിപത്രി 2000 മുതൽ 2300 വരെ, ഗ്രാമ്പു 920, അടയ്ക്ക 230, കാപ്പിക്കുരു 300, കൊക്കോ പരിപ്പ് 650, കുരുമുളക് ഗാർബിൾ 67,300, കുരുമുളക് അൺഗാർബിൾ 64,300, ഏലക്ക 2,850 മുതൽ 2,950 വരെ, വെളിച്ചെണ്ണ 22,200, കൊപ്ര 17,200, ചുക്ക് 22,500.